നമസ്കാരം. നചികേതസിൻ്റെ കഥയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ, അല്ലെങ്കിൽ ആ കഥ ശരിക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിച്ചേക്കാവുന്ന പാഠങ്ങൾ ഏതൊക്കെ, അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംഭാഷണത്തിലേർപ്പെട്ടിരിക്കുന്നത്. ആദ്യം തുടങ്ങിയത് ദാനത്തിനെക്കുറിച്ച് ലഭിക്കുന്ന അറിവുകൾ, പാഠങ്ങൾ. അതാണ് പിതാവിൻ്റെ ദാനം കണ്ടിട്ടാണ് നചികേതസിന് തുടർന്നുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ലഭിച്ചത്. അതായത് അതുകൊണ്ടാണല്ലോ അദ്ദേഹം അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുകയും ചോദ്യത്തിൽ പിതാവ് ക്ഷുഭിതനാവുകയും യമന കൊടുക്കുകയാണെന്നൊക്കെ പറയുകയും ചെയ്ത് പിന്നെ തുടർന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അപ്പോൾ ഇതിലെ ദാനത്തിൻ്റെ ആ ഒരു സാങ്കേതികമായിട്ടുള്ള നീതികൾ, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സാങ്കേതികതയുണ്ട്. അപ്പോൾ പലപ്പോഴും പറയും ഇങ്ങനെ സാങ്കേതികതയിൽ കടിച്ചു തൂങ്ങി അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്, നിജാവസ്ഥ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും. ഉദാഹരണത്തിനാണ് ഇപ്പോൾ ഒരു കോടതി വിധി വന്നു, ഒരു വളരെ ക്രൂരമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിൻ്റെ വിധി വന്നപ്പോൾ നമ്മളൊക്കെ വിചാരിച്ച് കഠിന ശിക്ഷ ലഭിക്കും, വധശിക്ഷ ലഭിക്കും, അല്ലെങ്കിൽ ജീവപര്യന്തം കൊടുക്കുന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ കോടതി ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ പ്രതിയെ വെറുതെ വിടുകയോ അല്ലെങ്കിൽ ലളിതമായ ശിക്ഷ, ചെറിയ ശിക്ഷ കൊടുക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ പൊതുജനത്തിൽ ഇങ്ങനെ പറയും, ഇങ്ങനെ അത് കോടതി അതിന് കാരണങ്ങളും പറയും, കോടതി അതിന് ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാലും പൊതുജനം അതിനെക്കുറിച്ച് എന്ത് പറയും? സാങ്കേതികതയിൽ പിടിച്ചു തൂങ്ങി ഒരു പ്രതിയെ അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകാതെ ലളിതമായ ശിക്ഷ നൽകി എന്ന് പറയും. ഇതാണ് വ്യവസ്ഥിതി ശരിയല്ല എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു കാര്യം തെറ്റാണ്. ഇതിലെന്ന് പറഞ്ഞാൽ ആ സാങ്കേതികത എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഒരു നിസ്സാരവൽക്കരണം, നമ്മുടെ ഒരു നിത്യജീവിതത്തിൽ നമ്മൾ സാങ്കേതികത ഒന്നും വരുന്നില്ല എന്നുള്ളതുകൊണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ വരുന്നില്ല എന്ന് നമ്മൾ കരുതുന്നതുകൊണ്ടായിരിക്കാം നമ്മളതിനെ പറയുന്നത്. പക്ഷെ അതങ്ങനെയല്ല. സാങ്കേതിക വശം ശരിയായില്ലെങ്കിൽ പല കാര്യങ്ങളും നടക്കില്ല. നമ്മുടെ പുരാണങ്ങളിലേക്ക് തന്നെ പോയ പുരാണങ്ങളിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടും. പുരാണങ്ങളൊക്കെ അസത്യമാണെന്നോ പറയുന്നത് വേറെയാണ്. പക്ഷെ എന്തായാലും അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ, പുരാണങ്ങളിൽ എന്ത് നമ്മൾ ശ്രവിക്കുന്ന എല്ലാ കാര്യത്തിനും നമുക്ക് അറിവ് ലഭിക്കും എന്നുള്ളതാണ്. കാരണം ആ അറിവ് ലഭിക്കുന്നുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഒരു ശിശുവിനെ ഓർത്തു, ശിശുവിന് പറഞ്ഞാൽ ശിശു ജനിച്ചത് മുതൽ ആദ്യത്തെ 2-3 വർഷം എന്തൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ടോ, അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടാണ് അത് വളർന്നു വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറേയൊക്കെ വിട്ടുപോയി, കുറേയൊന്നും വേണ്ടെന്ന് ആ ശിശു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ശിശുവിൻ്റെ വളർച്ച വേറെ രീതിയിലാവുമായിരുന്നു. അപ്പോൾ നമ്മളും അവർക്ക് ആ ഒരു ശിശുക്കളായിരുന്നു. നമ്മളും എന്തൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കഥകളിലും നമുക്ക് പഠിക്കാനുണ്ട്. ഏത് സിനിമയായാലും നാടകമായാലും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പുരാണത്തിൽ നിന്ന് പാഠം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചില വളരെ ക്രൂരന്മാരായ അസുരന്മാരുണ്ടാവാറുണ്ട്. അപ്പോൾ അവരെ നിഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ അവതാരങ്ങളെടുക്കും. പക്ഷേ അവതാരം എപ്പോഴെടുക്കും? അതിനൊക്കെ ഒരു നിശ്ചിത സമയമുണ്ട്, ആ സമയത്തേ എടുക്കും. അപ്പോൾ പറയും ഇവിടെ അങ്ങനെ ആകെ ഭൂമിയിലാകെ പ്രശ്നമാണ്, ആ അസുരബന്ധത്തിൽ ഇന്ന കൃത്യങ്ങൾ ചെയ്തു, യാഗങ്ങൾ മുടക്കി, സാധാരണ ജനങ്ങളുടെ ജീവിതം ദുഷ്കരമാക്കി എന്നൊക്കെ പറഞ്ഞാലും ആണെങ്കിൽ ഭഗവാനാണെങ്കിലോ അവിടെ ഇരിക്കില്ല. അതിന് സമയമാവട്ടെ, ആ സമയമാകുമ്പോൾ അങ്ങ് അവതരിക്കും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതാണ് ആ സാങ്കേതികത എന്നുള്ള ഒരു പ്രാധാന്യം, ഇതാണ്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ദാനത്തിനുമുണ്ട് സാങ്കേതികത. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചു, ദാനം എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അധികമായിട്ടുള്ള വസ്തു നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ദാനം എന്ന ഇതിൽ വരില്ല. ഓക്കെ, നമുക്ക് ചിലപ്പോൾ അനുവദിക്കാൻ തോന്നും, കാരണം അങ്ങനെ കൊടുക്കാത്ത ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അധികം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ കാണും, നമ്മുടെ കയ്യിൽ അധികം ഇരിപ്പുണ്ടാവും, എന്നാലും നമ്മളത് കൊടുക്കില്ല. കാരണം നാളെ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കൊടുക്കാത്തത്. പക്ഷെ എന്നാലും
അത് കൊടുക്കില്ല അത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ചില ആൾക്കാർ അത് കൊടുക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും അത് ഒരു പുണ്യാത്മാവാണ് എന്നൊക്കെ പറയും. അത് കൊടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, കൊടുക്കേണ്ടതാണ്. അതും പറഞ്ഞു അത് കൊടുത്തില്ലെങ്കിൽ പാപം കിട്ടും. അതാണ് നമ്മുടെ കയ്യിൽ അധികമുള്ള വസ്തു നമ്മൾ കൊടുക്കുന്നില്ല, നമ്മൾ ഉപയോഗിക്കാനും പോകത്ത. അധികമുള്ളതെന്ന് മാത്രമല്ല അത് ഉപയോഗിക്കുകയില്ല. പ്രത്യേകിച്ച് പഴയ വസ്ത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളത് ഇനി യാതൊരു തരത്തിൽ ഉപയോഗിക്കാനുള്ള സാധ്യതയില്ല. അതാണെങ്കിൽ അവിടെ ദ്രവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആലോചിക്കാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ കൊടുക്കാൻ കിട്ടാനുള്ളത് എന്തായാലും. പക്ഷേ എന്തായാലും അത് ഒരു പാപം തന്നെയാണ്. അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഈ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇത് പറയില്ല എന്താണ് സോഷ്യലിസം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടണം. ഇപ്പോൾ നമ്മുടെ പ്രപഞ്ചമല്ല ഈ ഭൂമിയുടെ കാര്യം നോക്കിയാൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ളതാണ് ഭൂമിയിലുള്ളത്. ഈ പ്രകൃതിയിൽ നിന്ന് നമുക്കിപ്പോൾ ഓക്സിജൻ ആയാലും വെള്ളമായാലും എല്ലാവർക്കും ഇന്നവർക്ക് കൂടുതൽ ഇന്നവർക്ക് കുറവെന്നുള്ളതല്ല. പിന്നെ ഇപ്പോൾ വെയിൽ കൂടുതലുള്ളിടത്ത് അതിനായിട്ടുള്ള വെയിലിൽ കൂടുതലുള്ള സ്ഥലമുണ്ട്, തണുപ്പ് കൂടുതലുള്ള സ്ഥലമുണ്ട്. പക്ഷെ അതനുസരിച്ചുള്ള പ്രകൃതി അതനുസരിച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് അതനുസരിച്ചുള്ള തയ്യാറെടുപ്പൊക്കെ പ്രകൃതി കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും തുല്യത. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു അധികമായിട്ടിരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ അല്ല, അത് മറ്റുള്ള അത് ഇല്ലാത്ത ആൾക്കാരുള്ളപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ കയ്യിലും ഉണ്ടെങ്കിൽ പിന്നെ ഓക്കെ നമ്മൾ പിന്നെ അതിൽ കൊടുക്കാനോ വാങ്ങിക്കാനോ ഒന്നുമില്ല. പക്ഷെ അങ്ങനെയല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ കയ്യിൽ എന്ത് അധികമുണ്ടോ അത് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ആ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഒരു ദാനധർമ്മം എന്ന രീതിയിൽ വരികയുമില്ല എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് കൊടുക്കാതിരുന്നാൽ എന്നൊരു ദാനമല്ല, അപ്പോൾ കൊടുക്കേണ്ട അങ്ങനെ വിചാരിക്കാനും പറ്റില്ല. കാരണം എന്താ, അത് പാപമാണ്, അത് തെറ്റാണ്. തെറ്റ് പാപം എന്ന് പറയുന്നത് തെറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു ഇതുണ്ടാവും. വേറെ ഒന്ന് ദാനത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ വളരെ വലിയ വ്യവസായ പ്രമുഖരൊക്കെ നമുക്ക് കേൾക്കാം അങ്ങനെ തിരുപ്പതിയിൽ ഇങ്ങനെ ഒരു സിംഹാസനം അല്ലെങ്കിൽ കിരീടം സമർപ്പിച്ചു, അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ, അല്ലെങ്കിൽ ഒരു പുനരുദ്ധാരണം, ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനായിട്ട് 200 കോടി രൂപ 500 കോടി രൂപ നൽകി. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അതും ഒരു തരത്തിൽ ദാനമാണല്ലോ. അപ്പോൾ അവിടെ കൊടുക്കുന്ന ദാനമാണ്. അത് പുണ്യപ്രവർത്തനം ക്ഷേത്രത്തിൻ്റെയൊക്കെ പുണ്യമാണ്. ഒരു ക്ഷേത്രം പണിയാതെ പുണ്യമാണ്. അപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് തോന്നുമായിരിക്കണം അതിപ്പോൾ അവരോടൊപ്പം നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ അത് 10 രൂപയൊക്കെയാണ് കാണിക്കയൊക്കെ ഇടുന്നത്. അമ്പലത്തിൽ പോയ 10 രൂപ 50 രൂപ കാണിക്കയായിട്ടിടുകയായിരിക്കും. ആരാധനാലയങ്ങൾ അത്രയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കായിട്ടപ്പോൾ എന്താ ഉണ്ടാവുക, ഈ 500 കോടി കൊടുത്ത ആൾക്ക് കിട്ടുന്ന പുണ്യം എവിടെ, നമ്മൾ 5 രൂപ 10 രൂപയും കഷ്ടിച്ച് കൊണ്ടിടുന്ന കിട്ടുന്ന പുണ്യം എവിടെ? അപ്പോൾ നമുക്ക് എന്ത് പുണ്യം കിട്ടും എന്നുള്ളൊരു തുലനം ചെയ്യുന്ന ആൾക്കാർ ചെയ്യാമെന്നുണ്ട്. പക്ഷെ അതിലും കാര്യമില്ലെന്നാണ്. കാരണം അത് നമ്മൾ നേരത്തെ പറഞ്ഞത്, അതായത് നമുക്ക് ആവശ്യമുള്ളതിൽ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നൽകുക. അതുകൊണ്ട് നമുക്ക് നാളെ ഉപയോഗിക്കാമെന്ന് വെച്ചുമ്പോഴത്തേക്ക് അത് നൽകുക എന്നുള്ള ഇതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ 500 കോടിയൊക്കെ നൽകുന്ന ആൾക്കാർ അവരെ പറ്റി നമുക്കറിയാം. അങ്ങനെയൊക്കെ കൊടുക്കുന്ന ആൾക്കാരെ നമുക്കറിയാം. അവരെന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, അവർക്ക് ഒരുപാട് വരുമാന മാർഗങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഇത് കൊടുക്കുന്നത്. എന്നാൽ ഒരു സാധാരണക്കാരനാണെങ്കിലോ അയാളെ നിത്യജീവിതത്തിന് വേണ്ടി ബുദ്ധിമുട്ടി ജീവിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം, ഭക്ഷണം, മാതാപിതാക്കളെ നോക്കണം, അതൊക്കെ കഴിഞ്ഞിട്ടും അധികം 5 രൂപ 10 രൂപ കൊണ്ട് അവിടെ ഇടുകയാണെങ്കിൽ ഇതുകൊണ്ട് 2 പേർക്കും ഈ 2 വ്യക്തികൾക്കും കിട്ടുന്ന പുണ്യത്തിൻ്റെ ഇത് തുല്യമായിരിക്കും. അതാണ് അതിൻ്റെ ഒരു സാങ്കേതിക വശമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് നീതികേടാണ്. 500 കോടി കൊടുത്ത ആൾക്ക് ഇത്രയേ ഉള്ളൂ, ഇയാൾക്ക് എങ്ങനെ ഇത് കിട്ടുക, 10 രൂപ കൊടുത്ത ആൾക്ക് എങ്ങനെ എന്ന് തോന്നുമ്പോൾ, അതായത് ഈ ചില കഥകൾ കേട്ടില്ല. അതായത് അബദ്ധത്തിലൊന്ന് രാമ എന്ന് വിളിച്ചു അല്ലെങ്കിൽ നാരായണ എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് മോക്ഷം കിട്ടി എന്നുള്ള കഥകൾ നമ്മൾ പലതും കേൾക്കാറുണ്ട്. എന്നാൽ ഇത് ജീവിതകാലം മുഴുവനും ഈ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ നരകിച്ച് മരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയതായിട്ട് മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ തന്നെ ചെയ്തതായിട്ട് ആൾക്കാരെ ഇന്ദ്രന്മാരായിട്ട് കൊണ്ടുപോയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറയാൻ ഉള്ളത് ഇതാണ്. അവരുടെ കയ്യിൽ എന്താണുള്ളത് അതാണ് കൊടുത്തിരിക്കുന്നത്. അത് മൊത്തം ഒരു ആത്മദാനം എന്ന് തന്നെ. ആത്മാവാണ് ഏറ്റവും ഒരു ശരീരത്തിലുള്ള ഏറ്റവും മൂല്യമുള്ള വസ്തു, ആത്മാവാണ്. അപ്പോൾ അതിന് തുല്യമായിട്ടുള്ളൊരു ദാനമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ദാനത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യർ ഈ സാമ്പത്തിക മൂല്യം കണക്കാക്കുന്ന ഒരു രീതിയിലല്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം.
അപ്പോൾ അങ്ങനെ ദാനത്തിൻ്റെ സാങ്കേതികതയെക്കുറിച്ചുള്ള ഒരു പാഠം ഇതിൽ ലഭിക്കുന്നുണ്ട്, നചികേതസിൻ്റെ കഥയിൽ ലഭിക്കുന്നുണ്ട്. നചികേതസ് ഈ ആലോചിച്ചില്ല, ഈ ചാവാലി പശുക്കളെ ദാനം ചെയ്താൽ ഉദ്ദേശിക്കുന്ന ഫലം കാണുമോ, ലഭിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ആ ആലോചനയിൽ നിന്നാണ് അത് കൂടുതൽ വരുന്ന ആലോചനകളിലേക്കൊക്കെ പോകുന്നത്. ഈ ദാനം ചെയ്യുന്നതിനാണ് മരണാനന്തര ജീവിതത്തിലെ സ്വസ്ഥതയ്ക്കും പിതൃക്കൾക്കൊക്കെ അതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പിന്നെ മരണാനന്തര ജീവിതം എന്താണ്, മരണത്തിനപ്പുറം ജീവിതം ഉണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള സംശയത്തിലേക്കൊക്കെ നീങ്ങിയത്. പ്രധാനമായും ഈ ദാനത്തിൻ്റെ സാങ്കേതികത അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അതിന് അറിയാൻ പറ്റുക, ശിശു ബാലപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് അറിയാം. അതാണ് ദാനത്തിൻ്റെ സാങ്കേതികമായിട്ടുള്ള വശങ്ങളിൽ ഒന്ന്. അപ്പോൾ ഇത് നമ്മളെ ഗൃഹപാഠത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വളരെ ചെറുത് എപ്പോഴാണല്ലോ ഒരു ചെറിയൊരു കഥയിൽ നിന്ന്. അപ്പോൾ നചികേതസിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പുരാണങ്ങളുണ്ട്, വേദങ്ങളുണ്ട്, ഇപ്പോൾ ഈ പുതിയ കാലത്തുള്ള ഒരുപാട് ഫിക്ഷനുകളും മറ്റൊക്കെ നമുക്ക് വായിക്കാനുള്ളതൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു ചെറിയ ഇതിൽ നിന്ന് നമുക്ക് ഇത്ര പറയാം. നമ്മൾ ഓരോ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്, അനുഭവം ഉൾക്കൊള്ളാനുണ്ടെന്ന് പറഞ്ഞത് ഇത്രയൊക്കെ നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. ഇതൊന്നും നമുക്ക് തീരില്ല ഒരു കഥ, ഒരു ചെറിയ ഒരു സെഷൻ കൊണ്ടൊന്നും തീരുന്ന കാര്യമല്ല. ഓരോ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ കഥകളും നമ്മൾ പഠിച്ചോളണം, അതാണ് ഉള്ളത്. എല്ലാ അറിവും ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നുള്ളൊരു കാര്യം. നമുക്ക് ഇതിൽ കൂടുതൽ പാഠങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ അടുത്ത സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.